10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ വേദന വന്നു തുടങ്ങി. ഒന്ന് ഇടവിട്ട്, അതായത് ഒരിക്കൽ വേദന വരും, പിന്നെ കുറച്ച് സമയത്തേക്കില്ല. അതൊക്കെ ഡെലിവറി പെയിനിന്റെ ലക്ഷണമാണെന്ന് എന്റെ രണ്ടാമത്തെ കുട്ടിയുടെ ആയിരുന്നതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു വന്നിട്ട് അവര് അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ കാര്യം പറഞ്ഞത്, അലറി വിളിച്ച് കരയുന്ന സ്ത്രീകളുണ്ട്. അവരുടെ അടുത്തൊക്കെ ഈ ഡോക്ടേഴ്സ് ഓടി ചെല്ലുമ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അവർ പ്രസവിക്കാറൊന്നും ആയിട്ടില്ല. അപ്പൊ കരയാതെ കിടക്കുന്ന എന്നെ അവർ ഒട്ടും ഗവനിക്കുന്നില്ല. അങ്ങനെ കിടന്ന് ഒരു എനിക്ക് വളരെ വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഭയമാണ്. അന്നിങ്ങനെ മൊബൈലോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് എന്റെ ഭർത്താവിനെ പോലും വിളിച്ചറിയിക്കാൻ പറ്റുന്നില്ല, എന്റെ അവസ്ഥ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ. ഞാൻ അഡ്മിറ്റഡ് ആയപ്പോൾ തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നത് എന്നെ ഇന്ന ഡോക്ടറാണ് നോക്കുന്നത്, അവരോട് അത്യാവശ്യമായിട്ട് പറയണം, കാരണം എനിക്ക് BP ഉള്ള പേഷ്യന്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ അഡ്മിറ്റഡ് ആയി നേരത്തെ 5-6 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഡോക്ടറെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അവരൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വരൂ, അല്ലാതെ അങ്ങനെ വിളിച്ചാൽ വരില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അപ്പൊ ഓർക്കണം, അവിടെ ഉള്ളവരൊക്കെ PG പ്രാക്ടീഷണേഴ്സും ഒക്കെയാണ്.